RSS ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെയാണ് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി പുറത്തു വന്ന വാർത്തകൾ. വന്ദേ മാതരം ഒരു ദേശീയ ഗീതം എന്ന തരത്തിൽ ഇന്ത്യ അംഗീകരിക്കുന്ന, ഇന്ത്യൻ ജനത അംഗീകരിക്കുന്ന ഒരു കവിതയാണ്. 1875-77 കാലത്ത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രശസ്തമായ ആനന്ദമഠ് എന്ന നോവലിൽ ഉൾപ്പെടുത്തിയ ആ കവിത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒട്ടേറെ ആവേശം ഉൾക്കൊള്ളുന്ന, പങ്കുവെക്കുന്ന കവിതയാണെന്ന് ഇന്ത്യക്കാർ എന്നും അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ആന്തമായി, ദേശീയ ഗാനമായി എന്തായിരിക്കണം വേണ്ടത് എന്ന ചർച്ച നടക്കുമ്പോൾ ആ സമിതിയിൽ അംഗങ്ങളായിരുന്ന സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ശ്രീ രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയ ആളുകൾ ഒരു തീരുമാനമെടുക്കുന്നു. ആനന്ദമഠ് എന്ന നോവലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഗാനം തീർച്ചയായും ദേശീയമായ മുന്നേറ്റത്തിന് പല സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത് ബംഗാളിൽ ഉയർന്നു വന്ന ദേശീയ സമരത്തെ വളരെ പ്രാധാന്യത്തോടെ അംഗീകരിക്കുകയും ഹിന്ദു ദേവതകളെ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആ കവിതയുടെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ പൊതുചടങ്ങുകളിൽ ചൊല്ലുന്നതിൽ തെറ്റില്ല എന്നും, എന്നാൽ നമ്മുടെ നാഷണൽ ആന്തമായി ജനഗണമന തന്നെ ഉണ്ടാകണമെന്നും തീരുമാനിക്കുന്നു. ഈ തീരുമാനം 1937 ഉയർന്നു വരുമ്പോൾ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് രവീന്ദ്രനാഥ ടാഗോറിനോട് എന്തുകൊണ്ടാണ് എന്ന് വീണ്ടും സംശയം ഉന്നയിക്കുമ്പോൾ ആ മഹാനായ കവി, നോബൽ സമ്മാന ജേതാവ്, അദ്ദേഹം പറയുന്നു, നോക്കൂ, ഈ കവിത തീർച്ചയായും ജനങ്ങളുടെ സ്വാതന്ത്ര്യ വാഞ്ചയുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട കവിതയാണ്. അതിന് ആ നോവലിൽ അതിൻ്റെതായ പ്രസക്തിയുണ്ട്. എന്നാൽ ഈ കവിതയിൽ അതിൻ്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് പരാമർശിക്കുന്നത് 7 കോടി വാളുകൾ, 7 കോടി ഖണ്ഡങ്ങൾ ഇടറുമാറ് ജനങ്ങൾ ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങളെ പറ്റിയാണ്. ഇത് യഥാർത്ഥത്തിൽ ബംഗാളിനെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പ്രശ്നമായി അവിടെ ചുരുങ്ങിപ്പോകുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറയുന്നു, നമ്മുടെ രാജ്യം ഒരു സെക്കുലർ ദേശീയതയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നതും അതാണ്. ഭാവിയിൽ ഇന്ത്യയിൽ ജനിച്ചു വീണ എല്ലാ മത ജാതി വിഭാഗങ്ങളെയും ഒരുപോലെ ഉൾപ്പെടുത്തേണ്ട ഒരു നാട്ടിൽ, ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമിൽ ദുർഗയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും നേരിട്ട് പരാമർശിക്കുന്ന കവിത ഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ചില പോരായ്മകൾ ഉണ്ടാകും. അതുകൊണ്ട് നാഷണൽ ആന്തമായി ജനഗണമനെ അംഗീകരിക്കുകയും എന്നാൽ ദേശീയ ഗീതം എന്ന തരത്തിൽ ഈ പറയുന്ന ആനന്ദമഠ് നോവലിലെ വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ശ്ലോകങ്ങൾ ചൊല്ലുന്നതിൽ തെറ്റില്ല എന്ന് മഹാനായ, ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോർ എന്ന വലിയ കവി ഇന്ത്യക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു വിഷയത്തെ ഇപ്പോ ശ്രീ നരേന്ദ്രമോദിയും സംഘവും ജനഗണമനയ്ക്ക് പകരം വന്ദേ മാതരം ചൊല്ലണമെന്ന് പറയുന്നതിന്റെ പിന്നിൽ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. വരാൻ പോകുന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ ദേശീയതയെ ഊതി വീർപ്പിക്കുക, അത് ഇന്ന് ബംഗാൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തങ്ങളുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റാനുള്ള ശ്രമം. മറ്റൊന്ന്, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തങ്ങൾ ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമല്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഉതകും വിധം വന്ദേ മാതരത്തെ ജനഗണമന കൊണ്ട് പകരം വെക്കുക. ഈ അജണ്ടകളുടെ പിന്നിൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സെക്കുലർ ഇന്ത്യൻ ജനത തിരിച്ചറിയണം.